I will run, I will climb, I will soar. I'm undefeated. Oh, jumping out of my skin, pull the cord. Yeah, I believe it. Oh, the past is everything we were. Don't make us who we are. So I'll dream until I make it. മനുഷ്യ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിള്ളേരെന്തിയടി? അവരൊക്കെ എവിടെയാ? അവരൊക്കെ അവിടെ ഉണ്ട്. അവരവിടെ എന്താ ലുഡോ കളിക്കുവോ? ലുഡോയാ? അയ്യേ, കുഞ്ഞു കൊച്ചുങ്ങളാണല്ലോ. അവൻ്റെ പ്രായം എത്രയാണെന്ന് വിചാരം? ആ, അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അവൻ്റെ പ്രായം എത്രയാണെന്ന് നിങ്ങളുടെ വിചാരം? കെട്ടിച്ചൊന്നും വിടണ്ടേ? ഇങ്ങനെ നിർത്തിയാൽ മതിയോ? എന്നതാ നിങ്ങളുടെ ഈ ഉദ്ദേശം? ഇപ്പോഴേ എങ്ങനെയാടി കെട്ടിച്ചു വിടുന്നത്? ഓഹ്, അവൻ കുഞ്ഞല്ലേ, എങ്ങനാ? എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, കുപ്പിയിൽ ഇച്ചിരി പാലും എടുത്ത് അവൻ്റെ അണ്ണാക്കിലേക്ക് കുത്തി കയറ്റിയിട്ട് അവനെ അങ്ങ് ഒക്കത്ത് കയറ്റിയിരുത്ത്. അല്ല പിന്നെ ദേഷ്യം വരികയല്ലേ മനുഷ്യന്? ഇടി, നീ ദേഷ്യപ്പെടാൻ ഞാൻ പറഞ്ഞതല്ല. ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് 2 മാസം കഴിഞ്ഞുള്ളൂ. അതിനുള്ളിൽ എങ്ങനെയാടി? അത് തന്നെ ഞാനും പറയുന്നത്. ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് എനിക്ക് പേടി ഇനി അടുത്ത് എന്തെങ്കിലും വരുമോയെന്ന്. എനിക്ക് വയ്യ ഇനി ഒന്ന് നേരിടാൻ വേണ്ടിയിട്ട്. എങ്ങനെയും അവരുടെ കല്യാണം ഒന്ന് പെട്ടെന്ന് നടത്താം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ച പോരാ, ഒരു ഉറപ്പ് പറ. എത്ര നാളാന്ന് വെച്ചിട്ടാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ രാവിലെ അവരെ എല്ലാവരെയും കൂടി വിളിച്ചിട്ട്, നമുക്ക് ഫാമിലി എല്ലാവരെയും വിളിക്കണമല്ലോ, ഒരാൾ മാത്രമായിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കുന്നത്. എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് ഒന്ന് ആലോചിക്കുമല്ലോ. നീ പറഞ്ഞാൽ ശരി, ആലോചിക്കേണ്ട കാര്യം തന്നെ. നമുക്ക് നോക്കാം. ഓ, പിള്ളേരവിടെ എന്നാ എടുക്കും? ഇതുങ്ങളോട് ഉറങ്ങാൻ പറഞ്ഞാൽ അതും കേൾക്കുകയല്ല. നീ എന്തിനാ പോയി ഇപ്പോൾ അവരെ ശല്യപ്പെടുത്തുന്നത്? അവിടെ എങ്ങനെ കിടക്കാൻ നോക്ക്. കണ്ടോ, എനിക്കിപ്പോൾ എന്നോട് ഒരു സ്നേഹമില്ല. നിങ്ങളെന്താ ഇങ്ങനെ? ഇനി അതിൻ്റെ പൊക്കത്തോട്ട് കയറണ്ട. എന്നാൽ എൻ്റെ മോള് രാജകുമാരി അങ്ങ് കിടന്നോ പ്ലീസ്. വാവേ. എടാ കൂക്കിയേ, എവിടെയാ നീ? ഓടി വന്നേ ഇങ്ങോട്ട്. എന്താ ഡാഡി, എന്താണ് കുഴപ്പം? എടാ, ഞാൻ പറയുന്ന കുറച്ച് ആൾക്കാരെ നീ ഒന്ന് വിളിക്കേ. ഇപ്പം വരാൻ പറ. അതാരൊക്കെയാ? അല്ല, ഇപ്പം എന്തിനാ വിളിക്കുന്നത്? വട്ടായോ? പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ഞാൻ പറയുന്ന ആൾക്കാരൊക്കെ വിളിക്കുക. മറ്റേ നമ്മുടെ ഹാരിയുടെ ഫാമിലീനെ വിളിക്കണം. പിന്നെ നിൻ്റെ പിള്ളേരെയൊക്കെ വിളിച്ചോ. പിന്നെ നമ്മുടെ സാറിയില്ലേ, അവളുടെ ഫാമിലി, ഇവരൊക്കെ ഇപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറ. എന്തിനാപ്പാ ഇപ്പം എന്തിനാ ഇവരൊക്കെ വിളിക്കുന്നത്? വട്ടാണോ? എന്താ പറ്റിയേ? എൻ്റെ മന്ദബുദ്ധി, നീ ഒന്ന് വിളിക്ക്, പറയുന്ന കേക്ക്. തൊള്ള തുറന്ന മനുഷ്യന് സൗകര്യമില്ല. നിനക്കെന്നൊന്നും മെല്ലെ സംസാരിച്ചൂടെ? എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടോ. പറയുന്ന അനുസരിച്ചിട്ട് ആ മൂളിക്കങ്ങാനും പോയിരി. ആയിക്കോട്ടെ, ശരിയെങ്കിൽ യജമ്മ. ജങ്കൊക്കെ വിളിച്ച് പറഞ്ഞതും എല്ലാവരും ഒരു വൈകുന്നേര സമയമായപ്പോഴേക്കും അവിടെ എത്തി. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇപ്പം ഞങ്ങൾ വിളിപ്പിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു. നമ്മുടെ കൂക്കീനെയും പെണ്ണിനെയും ഇങ്ങനെ അങ്ങ് വിട്ടേച്ചാൽ മതിയോ? ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായത്തിൽ ഉടനെ കല്യാണം നടത്താമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? കല്യാണം? ആരുടെ? എൻ്റെയാ? എന്തിന്? ആരോട് ചോദിച്ചിട്ട്? എന്നാ, നിനക്കിപ്പോൾ കല്യാണം കഴിക്കണ്ടേ? അല്ല, അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ. നീ അവിടെ വായടിച്ചിരിക്കും, നിന്നോടാരും ചോദിച്ചില്ലേ ഇവിടെ? അപ്പം നിങ്ങളുടെ എല്ലാ അഭിപ്രായം എന്താ? അയ്യോ, ഇതന്നെ ആരും മിണ്ടാത്തേ, ഒന്ന് വേഗം പറ. അതേതായാലും നന്നായി ചേച്ചി, അതുടനെ അങ്ങ് നടക്കട്ടെ. ശരിയാ, പിള്ളേരിങ്ങനെ വിട്ടാൽ പറ്റിയല്ല, വേഗം നടത്താം. എടാ കൂക്കി, കുരുക്ക് വീണ് കേട്ടോ. അങ്കിളെ, അതങ്ങ് നടത്ത്. അയ്യേ, അപ്പം ഏട്ടൻ്റെ കല്യാണമാണോ? ദൈവമേ. അതെ, അതങ്ങ് നടക്കട്ടെ അങ്കിളെ. തെണ്ടികൾ, ഒരു തോണി കാല് വെക്കടാ വൃത്തിയിട്ടവന്മാരെ. ഇനി പെണ്ണിനും ചക്കനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതാവാല്ലേ? അയ്യടാ, അടങ്ങിയിരുന്നോ, ഇല്ല മുട്ടിയെടുത്ത് തലയ്ക്കടിക്കും ഞാൻ. എൻ്റെ പൊന്നു മനുഷ്യ, തല പോയാ ഇവരെ രണ്ടുപേരെയും തനിയെ വിടരുത്. ഞാനൊന്ന് കണ്ടതാ. എടാ കൂക്കി, ആരെ വിശ്വസിച്ചാലും ഞാൻ ഈ കൂക്കീനെ ഞാൻ വിശ്വസിക്കുകയല്ല. വേണ്ട മനുഷ്യ. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. കുറേ മാസങ്ങൾക്ക് ശേഷം അങ്ങനെ നിങ്ങളുടെ മാരേജിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്. കൂക്കി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
അങ്ങനെ 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ കൂക്കിയുടെ മാരേജും കഴിഞ്ഞു. അപ്പോൾ രാത്രിയായി. നിങ്ങളും കൂക്കിയും റൂമിൽ. അയ്യോ, എന്തു പറ്റി? ചുമയുണ്ടോ? അത് കിടന്ന് രാവിലെ എണീക്കുമ്പോൾ മാറിക്കോളും. വാ, നമുക്ക് കിടന്നേക്കാം. കിടക്കാനാ? അതെന്നെ അങ്ങനെ? അയ്യോ, അപ്പം നീ എണീറ്റിരിക്കാൻ പോവാണോ? അങ്ങനെ ഇരിക്കുകയാണേലേ ആ ഹാളിൽ പോയിരിക്കണേ. ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. അയ്യോ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങിയേക്കുവാണേ. അല്ല, ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേടി? ഓ അങ്ങനെ. ശരിയാ, കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷേ റൊമാൻറ്റിക് പറഞ്ഞടാ, പെണ്ണിന് റൊമാൻറ്റിക് വന്നു. വാടി ഇങ്ങോട്ട്. എന്താണ് എന്താണ് ഈ നോക്കിയിരിക്കണേ? അയ്യേ, മോശം. വായും പൊളിച്ച് അടുത്ത് എന്നാന്ന് നോക്കിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചു കേട്ടോ. എന്തായാലും ബാക്കി അവരായിക്കോളും. ഇപ്പം ആർമീസ് അങ്ങ് നടന്നോളുക. അങ്ങനെ മാരേജും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആസ് യൂഷ്വൽ സാധാരണ പോലെ തന്നെ നിങ്ങൾ ദിവസം നമ്മുടെ ബോക്സിംഗ് ട്രെയിനിങ്ങിന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ബോക്സിംഗ് ട്രെയിനിങ് സെൻറ്ററിൽ. ഹേയ്, എങ്ങനെയുണ്ട് മാരേജൊക്കെ? നന്നായി പോയിരുന്നല്ലേ? അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. നമ്മൾ നാഷണൽസിന് നീ സെലക്ട് ആയിട്ടുണ്ട്. സോ അടുത്ത മാസം നമ്മൾ നാഷണൽസ് കളിക്കണം. സോ എന്നും പ്രാക്ടീസ് ചെയ്യാനുണ്ട് കേട്ടോ. റിയലി? സത്യമാണോ സാറി പറയുന്നത്? ചങ്കു, നീ ഇത് കേട്ടോ? ഓ പൊളി, എൻ്റെ പൊന്നു മോളെ പൊളിച്ച്, എൻ്റെ ചക്കര മുത്ത് ഉമ്മ. സന്തോഷം വരുമ്പോൾ എങ്ങോട്ടാ കയറി പോന്നേ? മതി കേട്ടോ. ശടാ, ഇതെന്ത് കഷ്ടമായത്. അങ്ങനെ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ, അതായത് 1 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ബോക്സിങ് കോമ്പറ്റീഷൻ കഴിഞ്ഞു. അങ്ങനെ നാഷണൽസിൽ ചാമ്പ്യൻ നിങ്ങൾ തന്നെയാണ് ആസ് യൂഷ്വൽ. കാരണം ഒരു കഥയിലും നായിക തോറ്റ ചരിത്രം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ ജങ്കുക്ക്. അപ്പോൾ അതിൽ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് ആരൊക്കെ ക്ഷണിച്ചു എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. എടി പെണ്ണേ, എങ്ങനെയുണ്ട് എൻ്റെ പാർട്ടി? പൊളിച്ചു മുത്തേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. സന്തോഷിക്കാനായിട്ടില്ല, കണ്ണടയ്ക്ക്. ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ പോവാ. ശരിക്കും? എന്താ സർപ്രൈസ്? എടി ബോത്തെ, അതിനല്ലേ സർപ്രൈസ് എന്ന് പറയുന്നത്. നീ കണ്ണടയ്ക്ക്. ജങ്കുക്ക് നിങ്ങളുടെ കണ്ണടച്ചിട്ട് മെല്ലെ ഒരാളെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് നിങ്ങളുടെ കണ്ണ് തുറക്കുന്നു. മോളെ, യെസ്, നിങ്ങളുടെ അനിയത്തി. ചേച്ചി, മോളെ. അയ്യോ, കുറേ നാൾക്ക് ശേഷം, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന നിങ്ങളുടെ അനിയത്തിയുടെയും ചേച്ചിയുടെയും എല്ലാ ആ സ്നേഹപ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. അയ്യോ, എന്നെക്കൊണ്ട് ഇനി അത് പറയിപ്പിച്ച് നിങ്ങളെ കരയിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് ആ സ്നേഹപ്രകടനം എല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് പറയാം. നീ ഒത്തിരി മാറി നോക്ക്. എല്ലാം ഞാൻ കണ്ട ആളെ അല്ലായിരുന്നു നീ. മോൾക്ക് അവിടെ സുഖമാണോ? പിന്നെ ഞാൻ വലുതാവാണ്ട് എപ്പോഴും കൊച്ചു കുഞ്ഞായിട്ട് തന്നെ ഇരിക്കണമെന്നോ? പിന്നെ എന്തോ പറഞ്ഞല്ലോ എനിക്ക് അവിടെ സുഖമായിരുന്നോന്നോ? എവിടെ? ഇനി ഞാൻ എവിടെയാ? നിങ്ങൾ അത്ഭുതത്തോടെ ജങ്കുക്കിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. എന്തു പറ്റി? വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എന്നാ കേട്ടോ, അവൾ പറഞ്ഞത് ശരിയാണ്. ഇനി എന്നും നിൻ്റെ മരണം വരെ നിൻ്റെ അനിയത്തി നിൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചേ. എൻ്റെ പെണ്ണിന് ഇത്രയും വലിയ പദവിയൊക്കെ കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊരു സമ്മാനം കൊടുത്തില്ലേ? അത് ശരിയാണോ? നിങ്ങൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ജങ്കുക്കിന് സ്നേഹപ്രകടനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാര എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ മുകളിലേക്ക് കയറിപ്പോയി. അവൾ പോയത് കണ്ടതും നമ്മുടെ ടായി അവളുടെ പുറകെ പൂച്ച മണം പിടിച്ചു പോകും പോലെ പോണ്. എന്തു വേണം? എന്താ മോളൂസേ, ജാടയാണോ? ആണെങ്കിൽ എന്താ പ്രശ്നം? അല്ല, പ്രശ്നമൊന്നുമില്ല. കുട്ടിയെ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ജിമിൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നീ എന്നാടാ ഇവിടെ? ഇറങ്ങിപ്പോടാ. അയ്യോ, ഞാൻ വഴി തെറ്റി വന്നതാ, പോവാണേ. ഇതും പറഞ്ഞ് നമ്മുടെ തേയോങ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അല്ല ജിമിൻഷി എന്താ ഇവിടെ? അയ്യോ, അങ്ങനെ പറയരുത്, നിർത്തി അങ്ങ് അപമാനിക്കല്ലയോ. അല്ല, ഞാൻ ചുമ്മാ അവൻ വരുന്ന കണ്ടപ്പോൾ ചുമ്മാ വന്നതാ. അങ്ങനെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജങ്കുക്ക് അങ്ങോട്ട് കയറി വരികയാണ്. എന്താ രണ്ടെണ്ണം കൂടി ഇവിടെ പരിപാടി?
ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ചെവിക്ക് പിടിച്ചുകൊണ്ട് ജങ്കുക്ക് താഴേക്ക് വരികയാണ്. ദേ അമ്മ, ഞാൻ നോക്കുമ്പോഴേ 2 എണ്ണം കൂടെ മാറി എന്ന് അവിടുന്ന് സൊള്ളുന്നു. ഉടനെ ഒരു കല്യാണം കൂടി വെക്കേണ്ടി വരുമോ? വേണ്ടി വരും. പോ അളിയ അവിടുന്ന്. അങ്ങനെയൊന്നും പറയല്ലേ. അളിയനാ, തോളത്തുനിന്ന് കൈയെടുക്കടാ. ആരാടാ നിന്റെ അളിയൻ? നീ ഓരോ സമയം അളിയാന്ന് വിളിക്കുമ്പോ എന്റെ ശവത്തിൽ കുട്ടുന്ന ഫീലാണ് എനിക്ക്. അതിന് നീ എന്തിനാ ഇത്ര എക്സ്പ്രഷൻ ഇട്ട് ചാവുന്നേ? അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? എന്നാ, നിനക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാമെങ്കിൽ അവൾക്ക് പറ്റുകയല്ലേ? പിന്നെ പറ്റും, ഞാൻ സമ്മതിച്ചാലല്ലേ. അതിന് നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണമെന്ന് അറിഞ്ഞില്ല. ദേ, ഒരുമാതിരി മനുഷ്യനെ വിളിച്ചു വരുത്തി അപമാനിക്കരുത് കേട്ടോ. ഇത് കഷ്ടമായത്. മിണ്ടാണ്ടിരിക്കടാ നിക്കറേ മുള്ളി കൂക്കി. അയ്യേ, എന്ത് വൃത്തികേടാണ് ഈ തള പറയണേ. നിക്കറേ മുള്ളി കൂക്കിയോ? അത് കൊള്ളാം, എനിഷ്ടപ്പെട്ടു. നിക്കറേ മുള്ളി കൂക്കി. നിക്കറേ മുള്ള കൂക്കിയേ, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? നിക്കറേ മുള്ളി കൂക്കി. എടാ നിക്കറേ മുള്ളി കൂക്കി, എന്നാ ഉണ്ട്? നിക്കറേ മുള്ളി കൂക്കി. ഹേ യു ബ്രൂട്ടൽ, യു ടു. നീയും എന്നെ. അതല്ലേ ചേട്ടായി അതിൻ്റെ ഒരു ത്രില്ല്.